ക്ലാസ്സിൽ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിക്കുന്നു. ഏതൊക്കെ? ഇടനാട്, മലനാട്, തീരപ്രദേശം. ഏതൊക്കെയാണ്? ഇടനാട്, മലനാട്, തീരപ്രദേശം. മലനാടാണ്. കേരളത്തിൽ 48% ഭൂവിസ്തൃതി മലനാടിനാണുള്ളത്. അതുപോലെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. അതുപോലെ 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഏലം, തേയില തുടങ്ങിയ കൃഷിയൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ മലനാടിലാണ്. അതുപോലെ ഈ മലനാട്ടിലെ ഏറ്റവും പശ്ചിമഘട്ടത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതായിരിക്കും? ആനമുടിയാണ്. നാടിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള നാട്, അതിനെയാണ് ഇടനാടെന്ന് പറയുന്നത്. കേരള ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ്. കാർഷിക സമ്പൽ സമൃദ്ധിയും ജലസമ്പൽ സമൃദ്ധിയും ഏറ്റവും കൂടുതലുള്ളത് ഇടനാടിലാണ്. ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഈ ലാറ്ററൈറ്റ് മണ്ണായതുകൊണ്ട് തന്നെ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയൊക്കെ സാധാരണഗതിയിൽ നടത്തിപ്പോരാ. തീരപ്രദേശത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അറബിക്കടലിനോട് ചേർന്ന ഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. 7.5 മീറ്റർ വരെയാണ് ഏകദേശ ഉയരം വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് തെങ്ങ്, നെല്ല് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും തീരപ്രദേശത്ത് കാണപ്പെടുന്ന കാർഷിക വിളകൾ. അതുകൂടാതെ തന്നെ 10%, കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ടിപ്സിനായിട്ട് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കൂടി ചെയ്യണം കേട്ടോ.